ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വീടിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മീറ്റർ ബോക്സ് അതുപോലെ തന്നെ DB കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാറുണ്ട്. അപ്പോൾ മീറ്റർ ബോക്സ് നമുക്കത് നോക്കുന്നത് മീറ്റർ ബോക്സ് എത്ര ഹൈറ്റിലാണ് നമുക്ക് ഉറപ്പിക്കേണ്ടതെന്നാണ് നമ്മൾ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ DB 3 ഫേസ് DB ആണ് കൊടുത്തിരിക്കുന്നത്. 3 ഫേസ് DBയിൽ നിന്ന് നിങ്ങൾ സൈഡിൽ കാണാൻ സാധിക്കും, ഒരു ഹോൾ ഇട്ടേക്കുന്നത് കാണാൻ സാധിക്കും. 3 ഫേസിലേക്ക് വരുന്ന കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 3 ഫേസ് കണക്ഷൻ ആകുമ്പോൾ അത്യാവശ്യം പൈപ്പുകളുടെ എണ്ണം കാര്യങ്ങളൊക്കെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ടാണ് 3 ഫേസ് വെക്കുന്നത്. അതിൽ നിന്ന് നേരെ ഈ വഴിയാണ് നമ്മൾ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ മീറ്റർ ബോക്സിലേക്ക് കണക്ട് ചെയ്യുന്നു. തൊട്ടടുത്ത് തന്നെ ഏറ്റവും നല്ല മീറ്റർ ബോക്സ് ഏറ്റവും തൊട്ടടുത്ത് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി നമ്മൾ മീറ്റർ ബോക്സാണ് ഈ കാണുന്നത്. 3 ഫേസ് മീറ്റർ ബോക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 3 ഫേസ് DB ആയതുകൊണ്ട് 3 ഫേസ് മീറ്റർ ബോക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ എർത്തിന് കൊടുക്കാനുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഏരിയ വരുന്നത്. മീറ്റർ വരുന്നത് ഇങ്ങേ സൈഡിലാണ് വരുന്നത്, ഈ സൈഡിലാണ് വരുന്നത്. തൊട്ടപ്പുറത്ത് കാണുന്നത് ഫ്യൂസ് യൂണിറ്റ് അതുപോലെ തന്നെ കാര്യങ്ങൾ തന്നെ. ഇവിടെയാണ് നമ്മൾ മീറ്റർ ബോക്സ് നമ്മൾ അതായത് KCBയുടെ മീറ്റർ വരുന്നത് ഈ ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഹൈറ്റാണ് നമ്മൾ തീരുമാനം. അതായത് ഹൈറ്റ് കണ്ടോ, ഈ കാണുന്ന ഗ്ലാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളിതിങ്ങനെ അടയ്ക്കുന്ന സമയത്ത് മീറ്ററിൻ്റെ റീഡിങ് നമുക്ക് കാണാൻ സാധിക്കണം. പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതായത് KCBയിൽ നിന്ന് റീഡിംഗ് എടുക്കാൻ വരുന്ന സമയത്ത് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് കറക്റ്റ് ഐസൈറ്റ് ആയിരിക്കണം ഈ ഗ്ലാസ് വരുന്നത്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മീറ്റർ കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈറ്റിലായിരിക്കും കൊടുത്തിരിക്കുക, അതായത് നമ്മുടെ സെൻസറിൻ്റെ ഏറ്റവും മുട്ടിയൊക്കെയാണ് ചെയ്തത്. ഇനി അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇനി ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ മീറ്റർ ബോക്സിന് വെക്കുന്നത്, അതായത് പുറമേ നിന്ന് റീഡിംഗ് വരുന്ന ആൾക്ക് കാണാവുന്ന രീതിയിൽ വേണം നമ്മളെ അതിൻ്റെ ഗ്ലാസ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്തെ വശം എന്ന് പറയുന്നത് 150 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 അടി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ താഴെ നിന്ന് ഫിനിഷിങ് ചെയ്തതിന് ശേഷമുള്ള ലെവലിൽ നിന്ന് 5 അടി ഹൈറ്റിലാണ് നമ്മൾ ഈ മീറ്റർ ബോക്സിൻ്റെ അടിവശം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 5 അടി ഹൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് ഏകദേശം 5.5 അടിയുള്ള ആളാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഗ്ലാസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് 5.5 അടിക്ക് വേണം നമുക്ക് ആ ഗ്ലാസ് കിട്ടുന്ന രീതിയിൽ വരും. ഏകദേശം 5 അടി എന്ന് പറയുമ്പോൾ ഏകദേശം 150 സെൻറ്റിമീറ്ററാണ് വരുന്നത്. 150 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ അടിവശം നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടിവശത്ത് നിന്ന് നമ്മൾ മീറ്റർ ബോക്സ് കൊടുക്കുന്നത് ആ 5 അടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 5 അടിയിൽ നിന്ന് മുകളിലേക്ക് വേണം നമ്മുടെ മീറ്റർ ബോക്സ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ 3 ഫേസ് മീറ്റർ ബോക്സിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് 3 ഫേസിൽ മുമ്പ് നമ്മൾ കൊടുക്കുന്ന DB ഉണ്ട്. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന DB. ഈ DBയും കറക്റ്റായിട്ട് വേണം വെക്കാനായിട്ട്. അതായത് നമ്മൾ വെക്കുന്ന DB നമുക്ക് വീടിൻ്റെ അകത്ത് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. എന്നാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ സാധാരണ DB അകത്ത് വെക്കുന്നത്. മീറ്റർ ബോക്സ് നമ്മൾ വെക്കുന്നത് 150 സെൻറ്റിമീറ്റർ, അതായത് 5 അടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 5 അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് KCBയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കറക്റ്റ് റീഡിംഗ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പുതിയ രീതി അനുസരിച്ചിട്ട് നമുക്ക് ആ ലെവലിൽ വേണം നമുക്ക് മീറ്റർ ബോക്സ് ഉറപ്പിക്കാനായിട്ട്. പിന്നെ മീറ്റർ ബോക്സ് ഉറപ്പിക്കുന്ന പല രീതിയിൽ ഉറപ്പിക്കാൻ സാധിക്കും. കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഫുൾ കൺസീൽ ചെയ്ത് ഭിത്തിയുടെ അകത്ത് കൊടുക്കാൻ സാധിക്കും. ഇനി അതല്ല, നമുക്ക് മഴയൊക്കെ പെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ, അതായത് മഴയൊക്കെ അത്യാവശ്യം ഇപ്പോൾ കണ്ടംപററി സ്റ്റൈലിലേക്കാണ് വീടുകൾ വരുന്നത്. കണ്ടംപററി സ്റ്റൈലിൽ വീടുകളൊക്കെ വരുന്ന സമയത്ത് മീറ്റർ ബോക്സ് അത്യാവശ്യം നനയാതിരിക്കുന്ന ഏരിയകളിലായിരിക്കണം കൂടുതൽ മീറ്റർ ബോക്സ് കൊടുക്കേണ്ടത്. ഇനി വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. കണ്ടംപററി സ്റ്റൈലുള്ള വീടായതുകൊണ്ട് സൺസൈഡ് കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് കണ്ടംപററി സ്റ്റൈലുള്ള വീടുകളാണ് വരുന്നതെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, മീറ്റർ ബോക്സ് ഉള്ളിലേക്ക് മഴ നനഞ്ഞാലും മീറ്റർ ബോക്സിൻ്റെ അകത്തേക്ക് വെള്ളം നിറയാതിരിക്കുന്നതിനും ഭിത്തിയിൽ നിന്ന് ഒലിച്ചിറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ 1 ഇഞ്ച് വേണമെങ്കിൽ ജസ്റ്റ് പുറത്തേക്ക്, അതായത് ഇതിപ്പോൾ നമ്മൾ സൺസൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ചേരയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഭിത്തിക്ക് ചേരയാണ് നമ്മൾ മീറ്റർ ബോക്സ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടംപററി സ്റ്റൈലേക്ക് ആയതുകൊണ്ട് മീറ്റർ ബോക്സ് നമ്മൾ ഉറപ്പിക്കുന്നതെങ്കിൽ മുകളിൽ, അതായത് ഏകദേശം കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് വെക്കണം. ഏകദേശം 1 ഇഞ്ചോളം പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് ഫിനിഷിങ് കിട്ടുന്ന രീതിയിൽ കഴിഞ്ഞതിന് ശേഷം 1 ഇഞ്ച് വെക്കുകയാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഭിത്തിയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ആ വെള്ളം കംപ്ലീറ്റ് ആ മുകളിലൂടെ വന്നതിന് ശേഷം പുറത്തേക്ക് പോകും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കണ്ടംപററി സ്റ്റൈലുള്ള വീടുകളൊക്കെ ആകുമ്പോൾ അകത്തേക്ക് കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മീറ്റർ ബോക്സിൻ്റെ അകത്തേക്ക് വെള്ളം വരുന്ന ഒരു അവസ്ഥയൊന്നും ട്രിപ്പ് ആവല്ല. നമുക്ക് അതുപോലെ തന്നെ കംപ്ലൈൻറ്റും കാര്യങ്ങളും KCB കാര്യങ്ങളൊക്കെ KCBയുടെ മീറ്ററിലേക്കൊക്കെ വെള്ളം വീഴാനുള്ള ചാൻസസ് ഉണ്ട്. കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് 2 രീതിയിൽ വേണം നമുക്ക് ഉറപ്പിക്കാൻ. നമ്മൾ ഏത് വീടാണോ നമ്മൾ ചെയ്യുന്നത്, അതായത് കണ്ടംപററി സ്റ്റൈലുള്ള വീട് നമ്മളവിടെ മഴ നനയുന്ന ഏരിയകളിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല, അവിടെയാണ് വെക്കുന്നതെങ്കിൽ 1 ഇഞ്ച് നമ്മൾ അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മൾ മീറ്റർ ബോക്സ് തള്ളി വേണം വെക്കാനായിട്ട്. ഇനി അതല്ല, നമ്മൾ സൺസൈഡ് കാര്യങ്ങളുള്ള വീടാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട്, അതായത് ഭിത്തിയോട് ചേർത്ത് വേണമെങ്കിൽ വെക്കാം. ഭിത്തിയോട് ചേർത്ത് വെച്ചാൽ നീറ്റായിട്ട് അവിടെ ഇരിക്കും, യാതൊരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഇരിക്കും. ഇനി അതുകൂടാതെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മീറ്റർ ബോക്സിൽ നിന്ന് താഴേക്ക് നമ്മൾ എർത്തിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം.
സാധാരണ നമ്മൾ മീറ്റർ ബോക്സിൽ നിന്ന് ഡയറക്റ്റാണ് എർത്ത് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന 2 പൈപ്പുകളാണ് സാധാരണ നമ്മൾ കൊടുത്തിട്ടിരിക്കുന്നത്. സെപ്പറേറ്റ് 2 3/4 ഇഞ്ച് പൈപ്പോ അല്ലെങ്കിൽ 20 mm പൈപ്പോ അല്ലെങ്കിൽ 25 mm പൈപ്പോ നിങ്ങൾക്ക് കൊടുക്കാം. രണ്ടെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് അതായത് 3 ഫേസ് കണക്ഷന് 2 എർത്ത് മസ്റ്റായിട്ടും വേണം. അതായത് 2 എർത്ത് ലിങ്ക് നമ്മൾ എർത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് 2 കുഴികൾ എടുത്തതിന് ശേഷം 2 എർത്ത് റോഡ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് എർത്ത് ചെയ്യണം. ഇവിടെയാണ് നമ്മുടെ മീറ്റർ വരുന്നത്. മീറ്ററിൽ നിന്ന് ഈ കാണുന്ന ഏരിയയിൽ നമ്മൾ മീറ്റർ വയ്ക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ഏരിയകളിലാണ് നമ്മൾ ഫ്യൂസ് യൂണിറ്റ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എർത്തിൻ്റെ കാര്യം നമ്മൾ 2 എർത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് 2 പൈപ്പുകൾ നമ്മുടെ മീറ്റർ ബോക്സിൽ നിന്ന് വെട്ടി താഴേക്കാണ് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മീറ്റർ ബോക്സിൻ്റെ താഴെ തന്നെ നമുക്ക് എർത്ത് ചെയ്യാനുള്ള ഏരിയ നമ്മൾ ക്ലിയർ ചെയ്യണം. അത് 2 പൈപ്പുകളായിട്ട് ഇടാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം രണ്ടും സെപ്പറേറ്റ് പൈപ്പുകൾ പോകുന്നതാണ്, കോപ്പർ സെപ്പറേറ്റ് പോകുന്നതാണ് ഏറ്റവും ഉത്തമം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എർത്ത് കോപ്പറായിട്ട് ഉപയോഗിക്കുന്നത് സാധാരണ 10ൻ്റെ അല്ലെങ്കിൽ 10ൻ്റെ അല്ലെങ്കിൽ 12ൻ്റെ ഗേജ് വരുന്ന എർത്ത് കോപ്പറുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, എർത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എർത്ത് പൈപ്പ് ഉപയോഗിക്കാറുണ്ട്, പിന്നെ എർത്ത് റോഡ് ഉപയോഗിക്കാറുണ്ട്. എർത്ത് കോമ്പൗണ്ടും എർത്ത് റോഡ് ഉപയോഗിച്ചിട്ടും ഇപ്പോഴത്തെ രീതിയിലുള്ള എർത്തിങ് ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ മീറ്റർ ബോക്സിലേക്ക് കണക്ഷൻ വരുന്നത്. അതായത് സർവീസ് വയർ കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. സർവീസ് വയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മീറ്ററിൻ്റെ വരുന്നത് ഇവിടെ ഏരിയയിലാണ് വരുന്നത്. പിന്നെ വരുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വരുന്നത് 3 ഫ്യൂസ് യൂണിറ്റ് വെക്കാനുള്ള സ്ഥലം വരുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെ ഒരു ഐസൊലേറ്റർ അല്ലെങ്കിൽ ELCB വെക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത് പിന്നെ അതുപോലെ തന്നെ ന്യൂട്രൽ ലിങ്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കാണുന്നതാണ് നമ്മുടെ പൈപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ എർത്തിന് വേണ്ടിയിട്ട് 2 പൈപ്പ് 20 mm പൈപ്പ് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് നേരെ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ 2 20 mm പൈപ്പ് നമ്മളിവിടെ കൊടുത്തു. ഇവിടെ നിന്ന് മീറ്റർ സെക്ഷൻ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ 3 ഫ്യൂസ് യൂണിറ്റ് വരുന്നത്. 3 ഫേസിൻ്റെ 3 ഫേസ് കൊടുക്കാൻ 3 ഫേസിന് വേണ്ടി 3 ഫ്യൂസ് യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെ നമുക്കൊരു ന്യൂട്രൽ ലിങ്ക് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു ഐസൊലേറ്റർ കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ഒരു ELCB കൂടി അവിടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇതാണ് നമ്മുടെ ലോക്ക് വരുന്നത്. എൻ്റെ താക്കോലാണ് ഈ കാണുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ താക്കോല് കാര്യങ്ങളൊക്കെ നമുക്ക് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ മീറ്റർ ബോക്സിൻ്റെ ഏറ്റവും ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മീറ്റർ ബോക്സ് നമ്മൾ വെക്കുന്നത് 150 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ചു. അതിനുശേഷം താഴേക്ക് നമ്മൾ എർത്ത് പൈപ്പിന് വേണ്ടി 2 പൈപ്പ് സെപ്പറേറ്റ് 20 mm പൈപ്പ് കൊടുത്ത് മുകളിലേക്ക് നമ്മൾ സർവീസ് വയർ വരുന്നതിന് വേണ്ടിയിട്ട് ഒരു 25 mm ഒരു ബെൻഡ് വെച്ച് കറക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്താൽ മാത്രമേ ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം എത്തിച്ചേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.